കേരള രാഷ്ട്രീയത്തിലെ അതികായന്മാരിൽ ഒരാളായ ലീഡർ കെ കരുണാകരന്റെ മകനായിരുന്നിട്ടും പാർലമെന്ററി രംഗത്ത് 34 വർഷത്തെ അനുഭവ സമ്പത്ത് ഉണ്ടായിട്ടും പാർട്ടിയിൽ മടങ്ങി വന്ന ശേഷം സംസ്ഥാന കോൺഗ്രസിന്റെ നേതൃശ്രേണിയിൽ അർഹിക്കുന്ന പരിഗണന ശ്രീ കെ മുരളീധരന് ലഭിച്ചിട്ടുണ്ടോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ പാർട്ടിയെയും നാടിനെയും കുറിച്ചുള്ള കെ മുരളീധരന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അന്വേഷിക്കും ഇന്ന് ഫയറിംഗ് ലൈൻ. ശ്രീ കെ മുരളീധരൻ, എ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. താങ്കൾ ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാന കോൺഗ്രസിലേക്ക് തിരികെ വന്നപ്പോൾ അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച നേതാക്കളിൽ ഒരാളായ ശ്രീ എ കെ ആന്റണി അന്ന് താങ്കളോട് പറഞ്ഞത് ക്ഷമയോടുകൂടി കാത്തിരിക്കൂ, അർഹിക്കുന്ന പദവികൾ എത്തിച്ചേരുമെന്നാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞു ശ്രീ കെ മുരളീധരൻ? അല്ല, അതിപ്പോൾ പാർട്ടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് അവലോകനം ചെയ്യേണ്ട സമയമല്ല. അതായത് ഇപ്പോൾ ഇന്നലെ KPC പ്രസിഡൻറ്റിൻ്റെയും പ്രതിപക്ഷ നേതാവിൻ്റെയും നേതൃത്വത്തിൽ സമരാഗ്നി കാസർഗോഡ് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇലക്ഷൻ മൂഡിലേക്ക് എല്ലാവരും എത്തി. ആ സമയത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലാഭനഷ്ടങ്ങൾ അസസ് ചെയ്യേണ്ട സമയമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില നിർണായക ഘട്ടങ്ങളിൽ താങ്കൾ കാര്യങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധനായിട്ടുള്ള നേതാവാണ്. ഞാൻ ഉദാഹരണത്തിന് പറയാം, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് താങ്കൾ പറഞ്ഞു ഇനി മത്സര രംഗത്തേക്കേ ഇല്ല, നിയമസഭയായാലും ശരി പാർലമെന്റ് ആയാലും ശരി. മാത്രമല്ല അതിനുശേഷം ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാനുണ്ടെന്നും പറഞ്ഞു. പക്ഷേ പിന്നീട് ശ്രീ കെ മുരളീധരന്റെ ഒരു അനക്കവും ഉണ്ടായില്ല ആ കാര്യങ്ങൾ. അല്ല, അത് ഞാൻ പാർട്ടി നേതൃത്വത്തിന് അറിയിച്ചിരുന്നു, ഇനി മത്സരിക്കാൻ താല്പര്യമില്ല. പാർട്ടി പറഞ്ഞു അത് നിങ്ങൾ അങ്ങനെ തീരുമാനിക്കരുത്, ഞങ്ങൾ തീരുമാനിച്ചറിയിക്കും എന്നാണ് പാർട്ടി പറഞ്ഞത്. അതനുസരിച്ച് ഞാൻ പിന്നെ സൈലൻ്റായി. പിന്നെ പാർട്ടി പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ എൻ്റെ തീരുമാനം വിട്ടുകൊടുത്തു. പാർട്ടി മത്സരിക്കണം എന്നുള്ളൊരു ഏകദേശ സൂചന നൽകിയപ്പോൾ ഞാനല്ലെങ്കിലും വടകര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാനുണ്ടല്ലോ. അത് മത്സരിച്ചാലും ഇല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യം ഒരു MP എന്നുള്ള നിലയിൽ 5 വർഷക്കാലം ജനങ്ങൾ എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും വടകരയിലെ എൻ്റെ MP എന്നുള്ള പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടില്ല. കണ്ണൂരിൽ കെ സുധാകരൻ ഒഴികെ ബാക്കി എല്ലാ സിറ്റിംഗ് MPമാരും മത്സരിക്കുമെന്ന് പറയുമ്പോൾ വടകരയിൽ ശ്രീ കെ മുരളീധരനായിരിക്കുമെന്ന് വ്യക്തമാണല്ലോ. അതെ, അതിപ്പോൾ പാർട്ടി അങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ വടകരയിൽ തന്നെ ഉണ്ട്. ആഴ്ചയിൽ എത്ര തിരക്കുണ്ടെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ വടകരയിൽ തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഏതാണ്ടല്ലേ? അല്ല, ഞാൻ പാർട്ടി അങ്ങനെയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അനുസരിക്കും. അപ്പോൾ ഒരു ഘട്ടത്തിൽ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നു, പിന്നെ മത്സരിക്കാം എന്ന് നിശ്ചയിക്കുന്നു. അത് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദം മൂലമാണോ ഇത്? അല്ല, ഞാൻ കാരണം ഏതാണ്ട് 10ഓളം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കഴിഞ്ഞു. ഇനി പുതിയ ആളുകൾ മത്സരിക്കട്ടെ എന്നുള്ള ചിന്താഗതി വന്നു. പക്ഷേ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത് സീനിയർ നേതാക്കന്മാർ ഇലക്ഷനിൽ മാറി നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ കോൺഗ്രസ് ജയിക്കില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞനുസരിച്ചാണ് ഞാൻ എന്നാൽ ശരി, എന്താണ് പാർട്ടി തീരുമാനിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞത്. ഈ ലാഭനഷ്ടങ്ങൾ തൂക്കി നോക്കേണ്ട സമയമല്ല ഒരു തെരഞ്ഞെടുപ്പ് സമയം എന്നത് ഒരു സീസൺഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യന്റെ വളരെ തന്ത്രപരമായ ഒരു മറുപടി ആയിട്ടാണ് ഞാൻ അത് സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഇപ്പം പറയേണ്ട സമയമല്ല. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് താങ്കൾ മുഴുവൻ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല എന്നാണ്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാമെന്ന്. താങ്കൾ മാത്രമല്ല, ശ്രീ രമേശ് ചെന്നിത്തലയും വന്ന് അത് പറഞ്ഞിരുന്നു. പക്ഷെ രണ്ടുപേരും പിന്നീട് ഒന്നും പറഞ്ഞില്ല. അതല്ല, ജനങ്ങൾക്ക് ഇപ്പോഴും കോൺഗ്രസിന് വിശ്വാസമുണ്ട് കേരളത്തിൽ. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ലാഭനഷ്ടങ്ങൾ പറയേണ്ടത് ഞാൻ കരുതി കൂട്ടി തീരുമാനിച്ചു തന്നെയാണ്. ഈ പെട്ടിയെടുപ്പുകാരും ഗണപതി സേവക്കാരും ഒക്കെയാണ് പാർട്ടിക്കകത്തുള്ളതെന്നൊക്കെ വളരെ രൂക്ഷമായ വിമർശനം താങ്കൾ ഒരു കാലത്ത് നടത്തിയിരുന്നു. അപ്പോൾ കോൺഗ്രസിനകത്തെ ആ സംസ്കാരത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അതിന് കാര്യമുള്ള മാറ്റം വന്നോ ഇല്ലയെന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം ജനങ്ങളെല്ലാം നോക്കി കാണുന്നുണ്ടല്ലോ, ചാനലിലൂടെയും പത്രങ്ങളിലൂടെയൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. ഞാൻ പറയും കെ മുരളീധരൻ്റെ അഭിപ്രായത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല എന്ന്. അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതിലൊന്നും മാറ്റി പറയേണ്ട അവസരമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ അതൊന്നും ഇപ്പോൾ അലക്കേണ്ട ആവശ്യമില്ല, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അല്ല, ഞാൻ അലക്കുന്നതിനെ കുറിച്ചല്ല യഥാർത്ഥത്തിൽ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്, പ്രതികരിക്കാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആളാണ്. ഇപ്പം ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു സ്പൈസി എലമെന്റിന് വേണ്ടി ചോദിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അർഹമായ പദവിയിലേക്ക്, ഇപ്പോൾ KPCC അധ്യക്ഷനായിരുന്നു താങ്കൾ പാർട്ടിയിൽ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ, പിന്നീട് ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ വന്ന ശേഷം താങ്കൾ ആ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു കെ സുധാകരനുമായിട്ട് നല്ല ബന്ധമാണ്, VD സതീശനുമായിട്ട് നല്ല ബന്ധമാണ്, ഇടയ്ക്കൊക്കെ അവർ വിളിക്കാറുണ്ട്, പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ എൻ്റെ പേര് എവിടെയും കാണുന്നില്ല എന്ന്. അതൊരു ആത്മാർത്ഥമായ ഒരു പരാതിയാണല്ലോ. അല്ല, ആ പരാതികളൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ലല്ലോ. ആ പറയുന്ന പരാതികളൊന്നും ഞാൻ പിൻവലിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്ന സന്ദർഭങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.
ഇന്നിപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ്സിന് നല്ലൊരു വിജയം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ നടത്തുന്ന ചില പ്രയാസങ്ങൾ അത് അവർക്കൊരിക്കലും ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. കാരണം അവർ ഒരുപാട് കേസുകളിലൊക്കെ ഉൾപ്പെട്ട് അടിയും കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എന്താ പ്രതീക്ഷ എന്താ? അവർ നാളെ MLA മന്ത്രിയൊന്നും ആവില്ല, പക്ഷേ സ്വന്തം പാർട്ടി അധികാരത്തിൽ വരണം എന്നല്ലേ അവരുടെ ആഗ്രഹം. അതിന് എൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ അതിന് ഒരു മുറിവേൽപ്പിച്ചാൽ അത് പ്രവർത്തകരുടെ ദുഃഖം ക്ഷണിച്ചു വരുത്തും. അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ അധ്യക്ഷനാണ് താങ്കൾ. മുൻപും താങ്കൾക്ക് ആ പദവിയോടും താല്പര്യമില്ല, ആ പദവിയിലിരിക്കുമ്പോഴും താങ്കൾ ആ നിലയ്ക്ക് പരിഗണിക്കുന്നില്ല എന്ന പ്രയാസവും താങ്കൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സമരാഗ്നി കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. അതിൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതിയുടെ ചുമതല വഹിക്കുന്ന ആള് ശ്രീ K മുരളീധരനാണ്. അതെനിക്ക് തോന്നുന്നു എനിക്കും താങ്കൾക്കും അല്ലാതെ മൂന്നാമതൊരാൾക്ക് അറിയില്ല എന്ന്. അതെ, അത് ഞാൻ ഒന്നാമത് ആ പദവി ആഗ്രഹിച്ച ആളല്ല. ഞാൻ MP ആയ ഉടനെ അത് രാജിവെച്ച ആളാണ്. പക്ഷെ ഹൈക്കമാൻഡ് വീണ്ടും എന്നെ നിയമിച്ചു. അപ്പോൾ വീണ്ടും നിയമിച്ച പദവി നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അത് ഹൈക്കമാൻഡിനെ ധിക്കരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഞാൻ ധിക്കരിച്ചിട്ടില്ല. പക്ഷേ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാവരും നോക്കിയാൽ കാണാം, നടക്കുന്ന ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം, പ്രചാരണ സമിതി അധ്യക്ഷനതിൽ റോളും ഇല്ല. പക്ഷെ ഞാൻ പരാതി പറയാൻ പോയിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷന്റെ ചിത്രം എവിടെയും ഇല്ല, ഒരു പേരെവിടെയും ഇല്ല, ഒരു മെൻഷനിങ്ങും ഇല്ല. അത് ഇവിടെ വടകരയിലും ഇല്ല. ഞാൻ ഇപ്പം ഞാൻ സിറ്റിംഗ് മെമ്പറാണ്. നാളെ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഞാൻ എൻ്റെ ചിത്രം അല്ലെങ്കിലും ഇലക്ഷൻ കാലത്ത് എന്തായാലും വരുമല്ലോ. പിന്നെ ആളെ നേരിട്ട് കാണുന്ന സ്ഥലമാണ് വടകര. അതുകൊണ്ട് അവിടെ എൻ്റെ ചിത്രം അല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതാ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ശ്രീ K മുരളീധരൻ? അത് വിട്ടുപോയി എന്നുള്ള സ്ഥിരം പല്ലവി പല സന്ദർഭത്തിലും ഉണ്ടാവാറുണ്ട്. എൻ്റെ പേര് മാത്രമേ വിട്ടുപോകാറുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കൾക്ക് കാര്യങ്ങൾ പറയുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ, കോൺഗ്രസിന്റെ ഉന്നതി ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി അതിലേക്ക് വരികയാണ്. അതായത് സംസ്ഥാന കോൺഗ്രസിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരു 1, 2 അല്ലെങ്കിൽ 3 പേരിലേക്ക് ചുരുങ്ങുകയാണ്. K സുധാകരൻ, VD സതീശൻ, KC വേണുഗോപാൽ. ഇതിലേക്ക് പരിമിതപ്പെടുന്നുണ്ടോ സംസ്ഥാന കോൺഗ്രസ്? അല്ല, പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡൻറ്റുമാണ് അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. അത് കരുണാകരൻ, AKANയുടെ കാലത്തും അങ്ങനെയാണ്. ഇപ്പോഴും കുറച്ചുകൂടെ ആളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ പാർലമെൻ്ററി പാർട്ടി ലീഡറും പാർട്ടി പ്രസിഡൻറ്റുമാണ് ഫൈനൽ അതോറിറ്റി. പക്ഷേ ഇപ്പോൾ സംസ്ഥാനത്ത് അഖിലേന്ത്യയിലൊക്കെ ആൾക്കാരെ നമ്പർ കൂടിയെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. അല്ല, അവരെല്ലാം കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ K മുരളീധരൻ എങ്ങനെയാണ് പുറത്തായി പോകുന്നത്? അല്ല, അതിപ്പോൾ അവരോട് ചോദിക്കേണ്ടതാണ്. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നത് ശരിയല്ല. അല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആവർത്തിച്ചത്. കാരണം ഇത് ചില ആളുകളിലേക്ക് പരിമിതപ്പെട്ടു പോകുന്നുണ്ടോ? അതായത് അത് പാർട്ടിയുടെ ഒരു ജനാധിപത്യ സ്വഭാവം കൈമോശം വന്നിട്ടുണ്ടോ എന്ന്? അല്ല, ഞാൻ അതിന് പറയുന്നൊരു നിർദ്ദേശം, ഞാൻ ഇന്നും അതിൽ പറയുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ അസംബ്ലി ഇലക്ഷൻ വരെ 2 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതിനിടയ്ക്കൊരു പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്. അത് പ്രവർത്തകരുടെയും കൂടെ ഇലക്ഷനാണ്. എന്ത് വന്നാലും ഏത് ഇലക്ഷൻ ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ പറയാം, കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു സമയം അത്ര ശരിയല്ല, കാരണം വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കേണ്ട സമയമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു മറുപടി എന്താ അറിയോ? അതതിൻ്റെ വഴിക്ക് നടക്കും. അദ്ദേഹം ഭാരത് ജോഡോ യാത്ര സമയത്തും പറഞ്ഞ ന്യായീകരണമുണ്ട്. 2024 നമ്മുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് ഒരുപാട് ഇലക്ഷൻ നടക്കും എന്ന് വിചാരിച്ച് പാർട്ടി പരിപാടികൾ മാറ്റി വയ്ക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ നടത്തണം, അതിന് വോട്ട് ചേർക്കേണ്ട സമയം അത് വേറെ ഭാഗമാണ്, ഇത് ഇലക്ഷൻ നടത്തണം. അതുപോലെ ഞാൻ പറയുന്നു, അടുത്ത സംഘടനാ ഇലക്ഷൻ നടത്തിയാൽ മാത്രമേ ഇതുപോലുള്ള പരാതികൾക്ക് പരിഹാരം ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തി. ആ ഇലക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയ മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ, എന്നോട് സാധാരണ ഒരു പുനഃസംഘടന കഴിയുമ്പോൾ എന്നോടൊപ്പം നിന്ന പല പ്രവർത്തകരും ഒന്ന് ദുഃഖം പറയാറുണ്ട്, എനിക്ക് കിട്ടിയില്ല, ഞങ്ങൾ സാറിൻ്റെ ആളായതുകൊണ്ട് തഴയപ്പെട്ടു. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടത്തിയപ്പോൾ പലരും അവർക്ക് കിട്ടിയ സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഞാൻ നിയോജകമണ്ഡലം പ്രസിഡൻ്റായി, ഞാൻ ജില്ലാ ഭാരവാഹിയായി, ഞാൻ സംസ്ഥാന ഭാരവാഹിയായി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അല്ലായിരുന്നെങ്കിൽ പരാതി വരുമായിരുന്നു. ഇലക്ഷൻ നടന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ജയിക്കാൻ നോക്കിക്കോ, അല്ലാണ്ട് എൻ്റെ കെയർ ഓഫ് പറഞ്ഞിരിക്കേണ്ട, അങ്ങനത്തെ ഒരു നോമിനേഷനും കിട്ടില്ല, ഇലക്ഷനാണ്. അപ്പോൾ അവരതിൻ്റെ ഗൗരവത്തിലെടുത്തു. അവർക്ക് കുറേ പേർക്ക് കുറേ സ്ഥാനങ്ങൾ കിട്ടി. അപ്പോൾ അവർ ഹാപ്പിയായി. നേരെ അതുപോലെ തന്നെ ഒരു സംഘടനാ ഇലക്ഷൻ നടന്നാൽ ആർക്കും പരാതി പറയാൻ കഴിയില്ല.
പ്രവർത്തകർ അംഗീകരിക്കുന്നവർ ഭാരവാഹിയാവും. അതെ, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് എന്താണ് ഇപ്പോൾ തടസ്സം? അല്ല, ഇനിയിപ്പോൾ അതിൻ്റെ സമയമായിട്ടില്ല. കാരണം കാർഗയുടെ കാലാവധി അവസാനിക്കുമ്പോഴാണ് ഇനി അടുത്ത ഇലക്ഷൻ കേരളത്തിൽ ബൂത്ത് തലം മുതൽ ഇലക്ഷൻ നടത്തും. അക്കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ കർശനമായിട്ട് നിലപാട് സ്വീകരിക്കും. യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ ഈ പട്ടിക പുതുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വേണം എന്ന കാര്യം താങ്കൾ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ താങ്കളെ പോലൊരു മുതിർന്ന നേതാവ് കേരളത്തിൽ നിന്ന് പറയുന്ന താങ്കളുടെ സജഷൻസ് വേണ്ട രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്ന്. തീർച്ചയായും അദ്ദേഹം മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ റീസൺ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, നമ്മൾ ഒരു കാര്യം മാറ്റി വയ്ക്കുമ്പോൾ ആ കാര്യം പിന്നീട് നടക്കാതെ പോകും. അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ഇലക്ഷൻ നടക്കട്ടെ, ചെറുപ്പക്കാർ കൂടുതൽ പാർട്ടിയിലേക്ക് വരട്ടെ, വോട്ടർ പട്ടികയൊക്കെ നിങ്ങൾ എം പിമാരുൾപ്പെടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആൾക്കാരെയൊക്കെ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടിയിട്ട് അയക്കുക. അപ്പോൾ അദ്ദേഹം ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി അദ്ദേഹം. അപ്പോഴാണ് ഞാൻ ജോഡോ യാത്രയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹത്തിനോട് ഹിമാചൽ പ്രദേശിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് നമുക്ക് ചാൻസ് ഉണ്ട്, ഗുജറാത്ത് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അടുത്ത പാർലമെൻറ്റിൽ പാർട്ടിയെ ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് എൻ്റെ ഉത്തരവാദിത്തം. സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ പാർട്ടി അതാത് ആളുകളെ നിയോഗിക്കുക. അങ്ങനെ നിയോഗിച്ച് ഹിമാചൽ പ്രദേശ് ജയിച്ചല്ലോ. ഗുജറാത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, പ്രധാനമന്ത്രിയുടെ ഉരുക്കുമുഷ്ടിയിൽ പെട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അതേസമയത്ത് ഹിമാചൽ പ്രദേശ് തിരിച്ചു വന്നു, പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നല്ല പ്രവർത്തനം നടത്തി. ഞാനൊരു ഭംഗിവാക്ക് പറയുകയാണെന്ന് ശ്രീ കെ മുരളീധരൻ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും മികച്ച KPCC അധ്യക്ഷന്മാരിൽ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ശ്രീ കെ മുരളീധരനാണെന്ന്. അപ്പോൾ താങ്കളുടെ ജനകീയ അടിത്തറയെക്കുറിച്ചും രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചും ഒന്നും ആർക്കും ഒരു തർക്കവുമില്ല. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി മുഖം ആരായിരിക്കണം എന്ന് ചോദിക്കുമ്പോൾ പല മുഖങ്ങൾ വരുന്നുണ്ടെങ്കിലും അതിലൊന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ശ്രീ കെ മുരളീധരനും ഉണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെങ്ങനെ കാണും? അതൊക്കെ ജനങ്ങൾക്ക് പലതും പല ആഗ്രഹങ്ങളും ഉണ്ടാവും. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുമോ? ജീവിതത്തിൽ നടക്കുമോ? രാഷ്ട്രീയം പോട്ടെ, ജീവിതത്തിൽ നടക്കുമോ? എല്ലാ ഉദ്ദേശിച്ച കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ദൈവത്തിനും സ്വർഗത്തിനും ഒന്നും ആരും ആഗ്രഹിക്കില്ലല്ലോ. അപ്പോൾ അതാണ് ജീവിതത്തിൻ്റെ അവസ്ഥയെങ്കിൽ രാഷ്ട്രീയത്തിലത് ബാധകമാണ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ താങ്കൾക്കുണ്ടോ കോൺഗ്രസിൽ? അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എന്നൊരു പരാതിക്കാരനായിട്ട് അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ട സ്ഥലത്ത് തുറന്നു പറയും. അത് ഭാവിയിലുണ്ടാവും. സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ ശ്രീ കെ മുരളീധരൻ താങ്കൾ പറഞ്ഞതുപോലെ ഈ ലാഭനഷ്ടങ്ങളുടെ തുലാസിൽ വയ്ക്കാതെ അളന്നു കഴിഞ്ഞാൽ എങ്ങനെ പറയും? അല്ലേ, സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഒരു കഴിവുകൂടെ കൊണ്ടാണല്ലോ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടത്തിയ പാർട്ടി പരിപാടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. എല്ലാം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ 4-ാം തീയതി തൃശ്ശൂരിൽ നടന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ സംഗമം, അതിലൊക്കെ നല്ല വൻ ജനപങ്കാളിത്തം ഉണ്ടായല്ലോ. ഇന്നലെ ആരംഭിച്ച സമരാഗ്നിയുടെ ഉദ്ഘാടന വേദി ഒരു ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും നല്ലൊരു 10,000 പങ്കെടുത്തൊരു യോഗമായിട്ട് മാറിയല്ലോ. അപ്പോൾ പ്രവർത്തകരുണ്ട്. പക്ഷേ നേതൃത്വം ഒന്നുകൂടെ നന്നായി ശ്രമിച്ചാൽ ബൂത്ത് തലങ്ങളിലൊക്കെ ഇന്നുള്ള ക്ഷീണം പരിഹരിക്കാൻ കഴിയും. അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പരാതി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്ന മുന്നണിയെക്കുറിച്ചുണ്ടാകുന്ന പരാതി, ചില സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ പെട്ടെന്നൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രയേൽ ഗാസ വിഷയത്തിൽ, പശ്ചിമേഷ്യൻ സംഘർഷ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ചിതറിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു, ശശി തരൂർ ലീഗിൻ്റെ വേദിയിൽ വന്ന് മറ്റൊരു നിലപാട് പറയുന്നു. അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമോ, ക്ഷണം സ്വീകരിക്കണമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ ഉണ്ടായ സാഹചര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, മറ്റു ചിലർ അത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിൽ ഏകാഭിപ്രായം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം കോൺഗ്രസിനകത്ത് മതിയായ രീതിയിലുള്ള ചർച്ചകൾ നടക്കാത്തത് കൊണ്ടല്ലേ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിൽ കുറേ കൂടെ വിപുലമായിട്ടുള്ള ചർച്ച നടത്തേണ്ട ഒരു വിഷയമാണത്. കാരണം പഴയ കാലഘട്ടമല്ല. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒരു കാലഘട്ടത്തിലെ ഒരു മനസ്ഥിതിയല്ല ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ സമൂഹത്തിലൊരു ചേരിതിരിവുണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചിലയിടത്ത് അമിതമായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ശക്തമായി ആ പ്രതികരണം നമുക്ക് നടപ്പാക്കാൻ കഴിയണം. അത് നടപ്പാക്കാൻ കഴിയണമെങ്കിൽ കൂട്ടായിട്ടുള്ള ചർച്ച വേണം.
അങ്ങനെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചത്. ഒന്ന്, മതവും രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർക്കാൻ പാടില്ല, അതാണ് കോൺഗ്രസിൻ്റെ നയം. അതുപോലെ തന്നെ സെക്യുലറാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇപ്പോൾ ഒരു ക്ഷേത്രം ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ബാബറി മസ്ജിദ് നിലനിന്ന ആ സ്ഥാനത്താണ് അത് കർസവിയിലൂടെ പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിത്. അപ്പോൾ ഒരു വിഭാഗത്തിന് മുറിവേറ്റിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിലെ ഒരു ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവത്തിന് നമുക്ക് പങ്കെടുക്കാൻ എന്താ തടസ്സം? പങ്കെടുക്കാമല്ലോ. എത്രയോ ഏറെ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം, അദ്ദേഹം അറിയുന്നതിന് മുമ്പ് ഞാൻ ആ ക്ഷേത്രത്തിൽ സ്ഥിരം ദർശനം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തിരുവങ്ങാട് തലശ്ശേരിയിൽ ശ്രീരാമക്ഷേത്രം, അതിൻ്റെ പൗരാണികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് കേന്ദ്ര സഹായം പറഞ്ഞ് ഞാൻ സഭയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ ഒരു മതത്തിൻ്റെ, അതായത് ആ പള്ളിയുടെ ഇത് 450 വർഷമാണ് അന്ന് ഈ പൊളിക്കുന്ന സമയത്ത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനു മുമ്പ് അവിടുത്തെ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റു പറഞ്ഞൊരു വിഷയമുണ്ട്. ആ സമയത്ത് ആരുടെയെല്ലാം ആരാധനാലയങ്ങൾ ആരൊക്കെയാണോ നടത്തുന്നത് അവർ അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും. ബാബറി തർക്കത്തെ മാറ്റി നിർത്തിയിരുന്നു ആ നിയമത്തിൽ. അവിടെ ഇങ്ങനെ തർക്കം വന്നപ്പോൾ അത് ഒരു മ്യൂച്വൽ സെറ്റിൽമെൻറ്റിലൂടെ പരിഹരിക്കാനാണ് നെഹ്റുവും ശ്രമിച്ചത്, രാജീവ് ഗാന്ധി വരെയുള്ളവർ ശ്രമിച്ചതാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് അടുത്തൊരു അമ്പലം പണിയുകയാണെങ്കിൽ, പക്ഷെ അപ്പോഴൊരു കാര്യം ഞാൻ പറയാം, ഇതുപോലത്തെ ഒരു ചടങ്ങുകളിൽ ശങ്കരാചാര്യന്മാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ റോളില്ല. അമ്പലത്തിൽ പോവാം, സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ഞങ്ങളൊക്കെ പോകാറുണ്ടല്ലോ. പക്ഷേ ഒരു മുഖ്യ പ്രതിഷ്ഠയുടെ യജമാന സ്ഥാനം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വേറെ എവിടെയെങ്കിലും നടന്നിട്ട് അങ്ങനെ ഒരു സംഭവം? ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ് കെ കരുണാകരൻ. അത് ഏതെങ്കിലും ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുടെ യജമാനായിട്ട് ഇരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് വിശ്വാസം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ യജമാനായിരിക്കാൻ പാടില്ല. അത് ഹിന്ദു മതത്തിലും പറയുന്നുണ്ട്, മതഗ്രന്ഥങ്ങളിലും. വ്യക്തികൾ, അതായത് ഉപനിഷത്തുകളും ഒക്കെ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. യജമാനൻ നേതൃത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ വേദങ്ങൾ മനസ്സിലാക്കണം, ഉപനിഷത്തുകൾ മനസ്സിലാക്കണം, അതിൻ്റെ മന്ത്രങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന ആർക്കും പ്രതിഷ്ഠ നടത്താം. ഇവിടെ ബ്രാഹ്മണൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണനായിട്ട് ജനിച്ചാലും ആ ബ്രാഹ്മണ്യം എന്താണ്? ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ നന്നായി നിർദ്ദിഷ്ടമാക്കിയ ഒരാളാണ് ബ്രാഹ്മണ്യമുള്ളത്. അത് ബ്രാഹ്മണനായിട്ട് ജനിച്ചുകൊണ്ട് കിട്ടില്ല. ഇതൊക്കെ ഞാൻ പറയും, ഹിന്ദു പുരാണങ്ങൾ പരിശോധിച്ചാൽ ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള നിർവചനമുണ്ട്. അപ്പോൾ ആ നിർവചനങ്ങൾ അനുസരിക്കാത്തത് ആ രീതിയിൽ നമുക്ക് തുറന്നു കാണിക്കണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടായ ചർച്ച ആവശ്യമുണ്ട്. അത് ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് ചാടി കയറി പറഞ്ഞാൽ അത് വിവാദം. അതുകൊണ്ടൊരു കൂട്ടായ ചർച്ചയിലൂടെ പാർട്ടി ഒരു തീരുമാനം. ആ തീരുമാനത്തിൻ്റെ ലാഭവും നഷ്ടവും പാർട്ടി നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ ശ്രീ കെ മുരളീധരൻ ഇതുവരെ വിശദീകരിച്ച മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായ ഒരു രാഷ്ട്രീയ വ്യക്തതയുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബാബറി പള്ളി തകർന്നിടത്ത് ഉയരുന്ന ഒരു രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തേണ്ടതുണ്ടോ ഈ മതേതര ഇന്ത്യയിൽ എന്ന ചോദ്യമാണ്. അവിടെ ശശി തരൂർ എടുത്ത നിലപാട് എന്താണ്? ഞാൻ ഇപ്പോൾ പോകുന്നില്ല, പിന്നീട് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? താങ്കൾ രാമഭക്തനാണെന്നാണ്. ഞാൻ പറയുന്നത്, ബാബറി പള്ളി തകർത്തിടത്ത് ഇന്ത്യയുടെ സെക്കുലാർ ഫാബ്രിക് തകർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ കോൺഗ്രസിന് 2 വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടനയെ സംശയത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ആശയക്കുഴപ്പത്തിന്റെ നിഴലിൽ നിർത്തിയത്? അവരുടെ അവ്യക്തതയായിരുന്നു അവിടെ ഉണ്ടായില്ല. അത് ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി അവരവസാനം വരെ പങ്കെടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് അവരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയും, അന്ന് നിതീഷ് കുമാർ പോലും, ഇപ്പോൾ BJPയോടൊപ്പം ചേർന്ന് നിതീഷ് കുമാർ പോലും അതിൽ പങ്കെടുത്തില്ലല്ലോ. അത് കൂട്ടായ ചർച്ചയുടെ വിജയമാണ്. അപ്പോൾ അങ്ങനെ CPM എന്ന് പറഞ്ഞാൽ CPM ഭൗതികവാദികളാണ്. നേരെ മറിച്ച് കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്. കോൺഗ്രസ്സിലുണ്ട് ഭൗതികവാദികൾ,
അപ്പോൾ നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നോക്കിക്കോളൂ. കോൺഗ്രസിൻ്റെ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവരുണ്ട്, ദൃഢപ്രതിജ്ഞ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ VT ബൽറാം, അദ്ദേഹം 2 തവണ നിയമസഭാ സാമാജികനായിട്ടും എടുത്ത് ദൃഢപ്രതിജ്ഞയാണ്. കേരളത്തിൽ അതിന്റെ പേര് സഗൗരവം. അല്ല, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനകത്തും 2 അഭിപ്രായം ഉണ്ടായിരുന്നു ഈ രാമക്ഷേത്രത്തിൽ. ഇല്ല, അതിൽ 2 അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഉറപ്പാണ്. അക്കാര്യത്തിൽ ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ശശി തരൂരും ശക്തമായിട്ട് BJPയുടെ നിലപാടിനെ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചോദിക്കുന്നത്, താങ്കളും ശശി തരൂരും ഒക്കെ രാമഭക്തന്മാരാണ് എന്ന് പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതാണ്. അല്ല, ഇത് ശ്രീരാമന്റെ ഹോൾസെയിൽ അങ്ങ് BJPക്കാരെടുത്തിട്ട് ഞങ്ങൾ ഭക്തന്മാർ, നിങ്ങൾ ഭക്തിയില്ലാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രീരാമനും ഞങ്ങളുടെ ശ്രീരാമനുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ആ മര്യാദാ പുരുഷോത്തമനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു താങ്കൾ നടത്തിയത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമല്ല, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിൻ്റെയും അവകാശമില്ല. അതെ, അവകാശമില്ല. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതാണ് NSS പോലും പറഞ്ഞിട്ടുള്ള എന്താ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിലുണ്ടെന്നല്ലേ. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. എല്ലാ പാർട്ടിക്കാരും എല്ലാ ചിന്താഗതിക്കാരും ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നയം എന്ന് പറഞ്ഞാൽ സെക്യുലറാണ്. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടേ പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ശരി, ഈ പദവികൾ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതിനുമൊക്കെ പല പല കാരണങ്ങൾ ഉണ്ടാകാം. അതൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ല ഇത് എന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും, ഇപ്പോൾ താങ്കൾ മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവ് പോലും താങ്കളെ ആക്കിയില്ല. ഇപ്പോൾ ഇന്നലെ വന്ന കനയ്യകുമാറിന് പോലും അങ്ങനെ ഒരു അർഹത അല്ലെങ്കിൽ ഒരു പദവി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോഴും അദ്ദേഹം ഒരു ക്ഷണിതാവ് മാത്രമായി CWCയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ തടയപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ കോൺഗ്രസ്? അല്ല, ഇതിനൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ഒരിക്കലും ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിച്ച ആളല്ല ഞാൻ. കോൺഗ്രസിൻ്റെ പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റു മാർഗങ്ങൾ തേടുക. ആ സമയത്ത് പോലും ദേശീയ നേതൃത്വത്തെ താങ്കൾ കണക്കറ്റ് വിമർശിച്ചിരുന്നു. കോൺഗ്രസ് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളാണ് സോണിയാഗാന്ധി എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾ പുറത്താക്കിയപ്പോൾ പിന്നെ അറ്റാക്ക് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ പ്രസക്തിയെയും കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിനെയും ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ പറയാം, കോൺഗ്രസ്സിന് പുറത്തുപോയ ഘട്ടത്തിലൊക്കെ എല്ലാ വർഷവും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ചരമദിനം ഒക്കെ ആചരിച്ചിരുന്നു. മാത്രമല്ല, ഞങ്ങളുടെ DIC എന്ന് പറഞ്ഞാൽ എന്താ, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു. അപ്പോഴും നെഹ്റു കുടുംബത്തിനെയോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയെ പോലും ഞങ്ങൾ നെഞ്ചിലേറ്റി നടന്നവരാ. തള്ളി പറഞ്ഞില്ല, നെഞ്ചിലേറ്റി നടന്നവരാ. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് തന്നെ പേരിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേര്. ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നയങ്ങളോടും അന്ന് ഇന്ന് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കോൺഗ്രസ് വിട്ടുള്ള സംസ്കാരത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവില്ല. പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തതയോടുകൂടി അഭിപ്രായം പറയുന്ന ആളാണ് ശ്രീ K മുരളീധരൻ. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവറെ സംബന്ധിച്ചും താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, കാരണം താങ്കൾ അതിലൊന്നും ഒഴിഞ്ഞു മാറാറില്ല. പക്ഷേ വ്യക്തതയില്ലാത്തൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തോന്നി. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു 3ാം സീറ്റ് ചോദിച്ചപ്പോൾ ശ്രീ K മുരളീധരൻ പറഞ്ഞു അതിനവർക്ക് അർഹതയുണ്ട്, ചോദിക്കട്ടെ എന്നാണ്. പക്ഷെ അതേ താങ്കൾ തന്നെ പറഞ്ഞു സിറ്റിംഗ് MP-മാരിൽ K സുധാകരൻ ഒഴികെ, അതായത് കണ്ണൂരിൽ ഒഴികെ ബാക്കി എല്ലാവരും സിറ്റിംഗ് MP-മാർ തന്നെ മത്സരിക്കുമെന്നാണ്. അപ്പോൾ ഈ 3ാം സീറ്റിന് പ്രസക്തി ഉണ്ടെന്ന് പറയുകയും അതേസമയം തന്നെ എല്ലായിടത്തും കോൺഗ്രസിന്റെ മത്സരം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു അവ്യക്തത അല്ല. അത് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെട്ട് ഇന്ന സീറ്റ് വേണമെന്നല്ല പറഞ്ഞു. മലബാറിൽ ഞങ്ങൾക്കൊരു സീറ്റ്, കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തികളെ മലബാറിലാണ്. അപ്പോൾ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ ആ സീറ്റ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്, ഇങ്ങനെയൊരു ഓപ്ഷൻ ഇട്ടിട്ട് അവർ ചോദിച്ചു. അല്ലാതെ ഇന്ന സീറ്റ് നിർബന്ധമായിട്ട് വേണം എന്നവർ പറഞ്ഞിട്ടില്ല. സിറ്റിംഗ് MP-മാരുടെ സീറ്റുകൾ അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് 2 സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻ്റാണ്, അതിൽ കണ്ണൂർ മലബാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്, അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. ഞാൻ പറയാം, മുസ്ലിം ലീഗ് 2 ഒരു ഇലക്ഷനിൽ 1984 ലോക്സഭാ ഇലക്ഷൻ, അന്ന് K കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുത്തിരുന്നു. അന്ന് മഞ്ചേരി പൊന്നാനിക്ക് പുറമെ കാസർഗോഡ് സീറ്റും കൂടെ അവർക്ക് കൊടുത്തു, അനൗൺസ് ചെയ്തു സീറ്റ്, 3 സീറ്റും ലീഗിന്. അവർ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ചിട്ട് അടുത്ത ദിവസം അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് ജയസാധ്യത കൂടുതൽ. ആ സീറ്റ് അവർ തിരിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ലീഗ് തിരിച്ചു വന്നതിന് ശേഷം 91 അന്ന് വടകര അവർക്കാണ് കൊടുത്തത്.
അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിനെ പുട്ടപ്പ് ചെയ്യുന്നില്ല, നമുക്കെല്ലാം സ്വീകാരനായിട്ടുള്ളൊരു സ്വതന്ത്രൻ. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച രത്നസിംഗിനെ സ്വതന്ത്രനാക്കി നിർത്തിയത്. അപ്പോൾ വിവാദമായ സ്ഥാനാർത്ഥിത്വം അതൊരു വിവാദം വന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ട് ആണ് കോലീബി എന്ന് പറഞ്ഞത്. BJP നിർത്തിയില്ല സ്ഥാനാർത്ഥി, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ 3 അർഹത അവർക്കുണ്ട്. അപ്പോൾ പരിഗണിക്കപ്പെടേണ്ടതാണ് ഇത് ഇക്കുറിയും. അത് അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി പരിഗണിക്കുന്നുണ്ടല്ലോ. പാർട്ടി 14-ാം തീയതി എന്തിനാണ് ആ യോഗം മാറ്റിയതെന്തിനാ? ഞങ്ങൾ കഴിഞ്ഞ 5-ാം തീയതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ഡിമാൻഡ് അവർ പറഞ്ഞു. ചില മീഡിയയിൽ വാർത്ത വന്നു, ഇപ്പോൾ 24-ലും വന്നു. അതായത് 16 സീറ്റിൽ കോൺഗ്രസ്, ലീഗിന് 3-ാം സീറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തകർ വല്ലാതൊരു പ്രയാസത്തിലായി. അതവർ 5-ാം തീയതി സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഹൈക്കമാൻഡുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടട്ടെ, നമുക്ക് 14-ാം തീയതി ഇരിക്കും. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, നമ്മളൊക്കെ വിചാരിച്ച് ഫെബ്രുവരി 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ പറയുന്നത് മാർച്ച് മാസത്തിലേ ഉള്ളൂ, തിരക്കില്ലല്ലോ. ഈ സിറ്റിംഗ് MP-മാരുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പാക്കൂ എന്ന് താങ്കൾ പറയുമ്പോൾ അവരുടെ വിജയസാധ്യത കൂടി ഉറപ്പാക്കപ്പെടണമല്ലോ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്, വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്. അവിടെ ചിലയിടങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണം പറ്റാമെന്നും തോൽവി സംഭവിക്കാമെന്നും ഒക്കെയുള്ള ചില അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും ശ്രീ കെ മുരളീധരൻ പറയുന്നത് സിറ്റിംഗ് സീറ്റുകളെല്ലാം സ്ഥാനാർത്ഥികൾ, കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, ഇതേ സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെ എന്നാണ്. അത് തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടല്ലോ. എന്തായിരിക്കണം മാനദണ്ഡം? ക്രൈറ്റീരിയ അത് വിജയം തന്നെയാണ് മാനദണ്ഡം. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ MP-മാരും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പരാജയം എന്ന് ഒരിക്കലും ഒരു റിപ്പോർട്ടിലും പറയുന്നില്ല. പിന്നെ പഴയൊരു അന്തരീക്ഷം, അതായത് അന്നത്തെ ശബരിമല ഇഷ്യൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട്, ഇതെല്ലാം കുറേ അനുകൂല വേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത്തവണ ഉണ്ടാവണമെന്നില്ല. എങ്കിലും MP-മാരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പാർട്ടിക്കൊരു പ്രയാസവും. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കനകപുരൻ്റെ അങ്ങനത്തെ റിപ്പോർട്ടേ വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നാൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരിഗണിക്കുമല്ലോ. അങ്ങനത്തെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അല്ല, MP-മാരുടെ മണ്ഡലത്തിലെ പ്രകടനം മാത്രം വെച്ചായിരിക്കുമോ ശ്രീ കെ മുരളീധരൻ ഇക്കുറി വോട്ടർമാർ വോട്ട് ചെയ്യുക? ഒന്ന് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നയം പരിശോധിക്കും, പെർഫോമൻസ് ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അതൊരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഞാൻ ഇന്നൊരു പ്രധാന പത്രത്തിൽ വായിച്ചത് MP-മാരെ കുറിച്ച് അധിക്ഷേപിക്കുന്ന വാർത്തകൾക്ക് പ്രയോറിറ്റി നൽകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. 18 UDF-ൻ്റെ MP-മാരുടെയും ദോഷങ്ങൾ അതാത് നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക, അങ്ങനെ എന്നും ചിലത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ അധിക്ഷേപിക്കുന്ന രാഷ്ട്രീയം വരുമ്പോൾ അതിനെയൊക്കെ ഞങ്ങൾക്ക് നേരിടാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസമുണ്ട്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടതിന് ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള വഴിയിലേക്ക് അവരും പോകാൻ പാടില്ല. അപ്പം ഞങ്ങളുടെ ഭാഗത്ത് ചാടിപ്പോയെന്നല്ല, മറുകണ്ഠം പോയ ഒരാളാണല്ലോ തോമസ് ചാഴിക്കാടൻ. ഞങ്ങളൊരിക്കലും അദ്ദേഹത്തിനെ കുറിച്ച് ആ രീതിയിൽ ആക്ഷേപം പറയില്ല. അപ്പോൾ അത് രാഷ്ട്രീയത്തിൽ ശരിയല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തമായി പാർട്ടിയുടെ നയം, മുന്നണിയുടെ നയം അത് വിശദീകരിച്ചുകൊണ്ടായിരിക്കണം. അല്ലാതെ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത് ശരിയല്ല. പ്രാദേശികമായിട്ടൊക്കെ വിമർശിക്കാൻ ഞാനതിന് തെറ്റൊന്നും പറയുന്നില്ല. മനസ്സിലായി. ലീഗിന്റെ 3-ാം സീറ്റ് എന്ന ആവശ്യത്തോടെ ഇക്കുറി കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നാലും അത് തെറ്റില്ല. അല്ല, വഴങ്ങേണ്ടി വന്നാൽ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം മുമ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് തെറ്റ് പറഞ്ഞുകൂടാ. പക്ഷേ കാര്യങ്ങൾ പരസ്പരം സംസാരിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത ഉണ്ടാക്കും. അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം, അതിൻ്റെ ഒരു തർക്കം UDF-ൽ ഉണ്ടാവില്ല. ലീഗിന്റെ ആവശ്യം ന്യായമാണ്, അങ്ങനെയാണെങ്കിൽ INTUCയുടെ ആവശ്യവും ന്യായമാണ് എന്ന് ശ്രീ കെ മുരളീധരൻ പറയുമ്പോൾ ചന്ദ്രശേഖരൻ ശക്തമായ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഞാൻ പറയാം, INTUCക്ക് അഭിപ്രായം പറയാം, ഒരു തെറ്റുമില്ല. സീറ്റ് ആവശ്യപ്പെടാം, അതിലും തെറ്റില്ല. പക്ഷേ തന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാ സീറ്റിലും മത്സരിക്കുന്ന പറയാനുള്ള അവകാശമില്ല. അതിനേക്കാൾ ഒരു ഗൗരവമായിട്ടുള്ള വിഷയം, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തുന്ന ഒരാളാണ് ശ്രീമാൻ NK പ്രേമേന്ദ്രൻ. അപ്പോൾ തന്നെ ഇന്നലെ തന്നെ കണ്ടു വൈറ്റ് പേപ്പറിൽ ശക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചു. അങ്ങനെയുള്ള പ്രേമേന്ദ്രൻ ഒന്നും ചെയ്യാത്ത MP ആണെന്നൊക്കെ അദ്ദേഹത്തിന് അധിക്ഷേപിക്കുമ്പോൾ അതൊന്നും ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. കാരണം ഇത്രയേറെ ശക്തമായിട്ട് BJPക്കെതിരെ, സർക്കാരിനെതിരെ മോഡിയുടെ സാന്നിധ്യത്തിൽ വിമർശനം നടത്തിയ ഒരാൾ എങ്ങനെയാണ് കൊള്ളരുതാത്തൊരു MP ആവുന്നത്? അത് തികച്ചും ദൗർഭാഗ്യകരമാണ്.
പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പോൾ 16 മത്സരിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. പക്ഷേ ഒരു ഘടകകക്ഷി നേതാവ്, അത് നല്ലൊരു പെർഫോമൻസ് നടത്തുന്ന ഒരു MP, അദ്ദേഹത്തിന് നാളെ ശത്രുക്കൾക്ക് അടിക്കാനുള്ള ഒരു വടി കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒട്ടും ശരിയല്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു MP ആണ് ശ്രീമാൻ NK പ്രേമചന്ദ്രൻ. അത് ആരെന്ത് പറഞ്ഞു? INTUCക്ക് മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നിരന്തരം തഴയപ്പെടുകയാണ്, നിരന്തരം ആവശ്യം ഉന്നയിച്ചു. അവർക്കും ഒരു സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു ന്യായമായ സാഹചര്യം ഇല്ലേ ഇപ്പോൾ? ഞാനൊരു കാര്യം പറയാം. ഈ കോൺഗ്രസ്സിൽ വ്യത്യാസമുള്ളത്, INTUCയുടെ ഇപ്പോൾ പ്രസിഡൻ്റ് ഒഴികെയുള്ള മറ്റു പല ഭാരവാഹികളും കോൺഗ്രസിൻ്റെ കൂടെ ഭാരവാഹിയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ദീർഘകാലം നിയമസഭയിൽ അംഗമായിരുന്ന വർക്കല കഹാർ INTUCയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു. ദീർഘകാലം MLA എന്ന PJ ജോയി INTUCക്കാരനായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് എന്ത് ലീഡർഷിപ്പ് K കരുണാകരനല്ലേ കേരളത്തിൽ INTUC ഉണ്ടാക്കിയത്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായില്ലേ. അപ്പോൾ നിരന്തരം തഴയപ്പെടുന്നു എന്നുള്ളതിന് വാസ്തവമില്ല. പക്ഷേ INTUCയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്, VP മരക്കാർക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി ഉള്ളപ്പോഴാണ് ഞാൻ കൂടെ ഉൾപ്പെടെ ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടാണ് VP മരക്കാരനെന്ന് വടക്കേക്കര സീറ്റ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് 4 പേരെ, അന്ന് കോൺഗ്രസ്സിലെ ഏറ്റവും ഗ്രൂപ്പുള്ള കാലമാണല്ലോ, ഞങ്ങൾ 4 പേരെ ചുമതലപ്പെടുത്തി മറ്റേ സംസ്ഥാന നേതൃത്വം. ഞാൻ VC ചാക്കോ, MM ഹസൻ, ഉമ്മൻചാണ്ടി, ഞങ്ങളിരുന്നിട്ടാണ് ഡിസ്പ്യൂട്ടുള്ള സീറ്റുകൾക്ക് പരിഹാരം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് ഞാറക്കൽ വന്നപ്പോൾ, അല്ല അന്ന് വടക്കേക്കര, വടക്കേക്കരയും ഞാറക്കലുമായിട്ട് ഡിസ്പ്യൂട്ട് വന്നു. അപ്പം ഞാറക്കൽ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാറക്കൽ അന്ന് മാലിപ്പുറം ഭാസ്കരനെ മറ്റാണെന്ന് ഈ ഗ്രൂപ്പ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ഡോക്ടർ കുട്ടപ്പനെ അന്ന് വിഭാഗക്കാരും ആവശ്യപ്പെട്ടു. ഇവിടെ VP മരക്കാരനെയും മറുഭാഗത്താരാന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല, അങ്ങനെ 4 പേര് ഡിസ്പ്യൂട്ട് വന്നു. ഞങ്ങൾ അവസാനം സെറ്റിൽ ചെയ്തു. ഡോക്ടർ കുട്ടപ്പന് ഞാറക്കൽ കൊടുക്കാനും VP മരക്കാർക്ക് വടക്കേക്കര കൊടുക്കണം. പക്ഷേ ദൗർഭാഗ്യവശാൽ നിസ്സാര മാർജിന് വടക്കേക്കരയിൽ പരാജയപ്പെട്ടു. ഞാറക്കൽ കുട്ടപ്പൻ ജയിച്ചു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അന്ന് ധനപാലൻ എൻ്റെ ഓർമ്മ, വടക്കേക്കര KP ധനപാലനെയും VP മരക്കാറും പാനലിൽ വന്നു. മറ്റേ ഭാഗത്ത് ഡോക്ടർ കുട്ടപ്പനും മാലിപ്പുറം ഭാസ്കരനും വന്നു. കുട്ടപ്പനും VP മരക്കാർക്കും സീറ്റ് കൊടുത്തു. അപ്പോൾ സ്റ്റേറ്റ് പ്രസിഡന്റിനും സീറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അപ്പോൾ ഈ ക്ലെയിമിൽ, ഈ അവകാശവാദത്തിൽ വലിയ കഴമ്പില്ല, നിരന്തരം തഴയപ്പെടുന്നു എന്നുള്ള അർത്ഥമില്ല. ഈ കിട്ടിയ ഒരുപാട് ആൾക്കാർ INTUCക്കാരായിരുന്നു. അതിൽ INTUC സ്ഥാപിച്ച K കരുണാകരൻ 4 തവണ മുഖ്യമന്ത്രിയായി. താങ്കളായാലും ശശി തരൂരായാലും രാമഭക്തരാണ് എന്ന് പരസ്യമായി പറയേണ്ടി വന്നത് ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണെന്ന് ഇപ്പോൾ ഈ അഭിമുഖത്തിൽ തന്നെ താങ്കൾ വിശദീകരിച്ചു. പക്ഷേ നിങ്ങൾ രണ്ടുപേരെ കുറിച്ചും ഒരുപോലെ ഉണ്ടായ ഒരു ആക്ഷേപം RSSുമായി നിങ്ങൾ ചർച്ച നടത്തി എന്നുള്ളതായിരുന്നു. ഞാൻ പറയാം, കേരള രാഷ്ട്രീയത്തിൽ ഒരു ഗതികെട്ട അവസ്ഥയിൽ നിന്ന കാലത്ത് പോലും ഞാൻ ചർച്ച നടത്തിയിട്ടില്ല. 2 മുന്നണി ഇല്ലാതെ നിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. DIC ആയപ്പോഴും പിന്നീട് NCP ആയപ്പോഴും ഒരു വർഷം പൂർണ്ണമായി എല്ലാത്തിനും വിട്ടുനിന്ന അവസരം. ആ സമയത്ത് പോലും ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പോൾ BJPക്കാരുടെ ഏറ്റവും വലിയ ടാർഗറ്റ് ആരാ? ഞാനല്ലേ. പലരും പരസ്യമായിട്ട് പറഞ്ഞു വടകരയിൽ ഞങ്ങൾ വോട്ട് മറിച്ചു കൊടുക്കും, കാരണം ഞങ്ങളുടെ അക്കൗണ്ട് ഇല്ലാതാക്കിയ ആളാണ് K മുരളീധരൻ. അങ്ങനെയുള്ള ഞാനെങ്ങനെയാണ് അവർ ചർച്ച നടത്തുക? ആ പറയുന്നതിൽ അർത്ഥവുമില്ല. അങ്ങനെ അമ്പലത്തിൽ പോകുന്നവരെയൊക്കെ RSS ആക്കാൻ നോക്കിയാൽ അവരാണ് ഏറ്റവും വലിയ എന്താ പറയേണ്ടത്, വർഗീയവാദികൾ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. തരൂർ അങ്ങനെ ചർച്ചയും നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല, അധികം നടത്തില്ല. അവർ എനിക്ക് ആ കാര്യം ഉറപ്പാണ്. പൗരത്വ നിയമ ഭേദഗതി ആയാലും, ഇപ്പോൾ കാശ്മീർ വിഷയത്തിലെടുത്ത നിലപാടാണെങ്കിലും, അതല്ലെങ്കിൽ ഈ രാമക്ഷേത്ര നിർമ്മിച്ച സംഭവത്തിലാണെങ്കിലും, ഇങ്ങനെ കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അരക്ഷിതത്വത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് നിലപാടുകളും നയങ്ങളും BJP സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ആരാണ് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷകരായി മാറാൻ പോകുന്നത് എന്നുകൂടി ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന് പൊതുവിലൊരു വിലയിരുത്തലുണ്ട്. അപ്പോൾ അതിലിപ്പോൾ കോൺഗ്രസിനെ ആ നിലയ്ക്ക് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നും, സമസ്ത അടക്കമുള്ള സംഘടനയ്ക്കകത്ത് ഒരു ഭിന്നാഭിപ്രായം, അതായത് ഇടതുപക്ഷത്തേക്ക് പോയാൽ എന്താ എന്നൊക്കെയുള്ള ആലോചനകളുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. താങ്കൾ അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കാണുന്നു? ഞാൻ പറയാം, കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കിയാൽ അത് ഇന്ത്യയിൽ ദുർബലമാക്കുന്നതിന് തുല്യമാണ്. കാരണം ഏറ്റവും അധികം MPമാരെ സംഭാവന ചെയ്യുന്നൊരു സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ദുർബലമായാൽ ഇന്ത്യയിലും ദുർബലമാക്കപ്പെടും. അങ്ങനെ ദുർബലമായാൽ അതിൻ്റെ മെച്ചാർക്ക് 2
പൗരത്വ നിയമത്തിൽ എത്ര കേസ് പിൻവലിച്ചിട്ടുണ്ട്, എത്ര കേസുകൾ നിലവിലുണ്ട്? ഈ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ന്യൂനപക്ഷങ്ങളുടെ കൂടെ നിന്ന് അവരെ ദ്രോഹിക്കുന്നവരെയാണ്. ഇവിടെ CPM കേരളത്തിൽ ദൗർഭാഗ്യവശാൽ, ഞാൻ ആ വാര്യം ഉപയോഗിക്കുന്നു, ദൗർഭാഗ്യവശാൽ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ്. ഒരു ഭാഗത്ത് കേസെടുത്ത് BJPനെ സന്തോഷിപ്പിക്കുക, മറുഭാഗത്ത് നിങ്ങളെ ഞാൻ സംരക്ഷിക്കുക എന്ന് പറയുക. ഞാൻ ചോദിക്കട്ടെ, നാളെ ഈ BJP സർക്കാർ എന്തും ചെയ്യും, എന്ത് വൃത്തികേടും കാണിക്കും? നാളെ ഒരു കേരളത്തിനെ പോലും രണ്ടാക്കാൻ ശ്രമിച്ചുകൂടായികയില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയാൽ പിണറായി രക്ഷിക്കാൻ ആര് കണ്ടു? ഇപ്പോൾ തന്നെ പിണറായിക്ക് രക്ഷിക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന് തന്നെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ കേസും കൂട്ടായിട്ട് നടക്കുകയല്ലേ. അങ്ങനെ ആളെങ്ങനെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കും? അപ്പം അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ന്യൂനപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായി കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. ന്യൂനപക്ഷങ്ങൾക്ക് ആ ഒരു ഉറപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗം വലിയ വിവാദമായി. അദ്ദേഹം ഈ രാമക്ഷേത്രം വന്നത് അംഗീകരിച്ചുകൊണ്ട് അത് നമുക്ക് അംഗീകരിക്കാം, അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുന്ന ഒരു ഭാഗം വലിയ വിവാദം ഉണ്ടാക്കിയുണ്ടായി. ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ കോൺഗ്രസ് എടുക്കുന്ന സമീപനവും അതല്ല. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. കോടതി ഏതായാലും വിധിച്ചു, അമ്പലം പൂർത്തിയായി. ഇനി അതിനെ അംഗീകരിക്കാതെ അതിൻ്റെ മേലെ വിവാദം ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് ഒരു സെക്യുലർ ഗവൺമെൻറ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പ്രവർത്തിക്കുക. അതാണ് വർഷങ്ങൾക്ക് മുമ്പ് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ അന്ന് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്. പള്ളി തകർത്ത RSSനെ കുറ്റം പറയുന്നതിന് പകരം അത് സംരക്ഷിച്ചിട്ടില്ല എന്നുള്ള പേരിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോൾ നാളെ പള്ളി തകർത്തവർ അധികാരത്തിൽ വരും എന്ന് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് എന്തൊക്കെ പറഞ്ഞു ശിഹാബ് തങ്ങളെക്കുറിച്ച്? ഇന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ അതിൻ്റെ മറ്റൊരു ഭാഗമാണ്. അത് സെക്യുലർ, ആ കൊടപ്പനക്കൽ തറവാടിൻ്റെ സെക്യുലർ തീരുമാനം, സെക്യുലർ പാരമ്പര്യം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത്. അതുകൊണ്ട് അത് അദ്ദേഹം പറഞ്ഞത് 100% ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ്. അതൊരിക്കലും പള്ളി പൊളിച്ചതിന് അംഗീകരിക്കലല്ല. ഞാൻ പറയും ക്ഷേത്ര യാഥാർത്ഥ്യം, ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയിട്ട് എന്താ കാര്യം? ഞാൻ പക്ഷേ അതിൻ്റെ രാഷ്ട്രീയ ഭാഗത്തേക്ക് വരികയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഇടതു മുന്നണിയിലേക്ക് പോകേണ്ടതുണ്ടോ? ഇനിയും തുടർച്ചയായിട്ട് CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൂടുതൽ വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെയുള്ള ആലോചനകൾ നടക്കുന്നതായിട്ടുള്ള സൂചനകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ മുന്നണിയിൽ നിന്ന്, അതായത് UDFൽ നിന്ന് പോകാൻ ഒരു കാരണവുമില്ല, എന്നാൽ പോവാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. മുന്നണി UDF ഇടാൻ ഒരു കാരണവുമില്ല, എന്നാൽ ഇതിൽ തന്നെ നിൽക്കാൻ ഒരുപാട് കാരണങ്ങൾ. ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ UDFൽ യോജിച്ച് നിർത്താൻ കൂടുതൽ പ്രയത്നിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടോ? അങ്ങനെ താങ്കൾക്കൊരു അഭിപ്രായമുണ്ട്? അങ്ങനെയൊന്നുമില്ല. കാരണം ലീഗ് എല്ലാ കാര്യത്തിലും വിശാലമായിട്ടുള്ള താല്പര്യമാണ് പ്രകടിപ്പിക്കാറുള്ളത്. ഈ പറയുന്നത് പോലെയൊന്നും ഞങ്ങൾ കമ്മിറ്റി കൂടുമ്പോഴൊന്നും ഉണ്ടാവാറില്ല. അതിലൊക്കെ ശക്തമായിട്ട് നിലപാട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കൊടുക്കാറുണ്ട്. മുന്നണിയെ യോജിപ്പിച്ചു നിർത്താൻ അദ്ദേഹം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെക്കാൾ കൂടുതൽ. ലീഗിനെ നമുക്ക് മാറ്റി നിർത്താം. ഇപ്പോൾ സംസ്ഥാനത്തെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം എടുക്കാം. അവരെ കൂടുതൽ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന അഭിപ്രായം ശ്രീ കെ മുരളീധരനുണ്ടോ? ഇല്ല, അവർ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ അവരുമായിട്ട്. മത നേതാക്കൾ, ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രമല്ല, ബിഷപ്പുമാരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്, സാമുദായിക നേതാക്കന്മാരായിട്ട് ഞങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷെ അതൊന്നും കൊട്ടിഘോഷിച്ച് നടത്താറില്ല എന്ന് മാത്രം. ഇപ്പം ഇന്നലെ പ്രധാനമന്ത്രി തട്ടിൽ പിതാവിനെ കണ്ടത് അവർ വലിയ പബ്ലിസിറ്റി കൊടുത്തു. ഞങ്ങളും കാണാറുണ്ട് എല്ലാവരെയും, ഞങ്ങൾ പബ്ലിസിറ്റി കൊടുക്കാറില്ല. കാരണം ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരെയും ഞങ്ങൾ യോജിപ്പിച്ച് നിർത്താറുണ്ട്. BJP കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂരിലേത്. TN പ്രതാപൻ ഇതിനോടകം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമായി ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട് ഇടതുപക്ഷവുമായിട്ട് എന്ന വിമർശനം പല ഭാഗത്തു നിന്നും, ഇപ്പോൾ കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കാരണം സീറ്റിൻ്റെ കാര്യത്തിൽ തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുക്കാം എന്നൊക്കെയുള്ള ആ തരത്തിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ശ്രീ കെ മുരളീധരനെ പോലുള്ള ഒരാൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ടോ? അതിൽ കുറേയൊക്കെ ഒരു വാസ്തവം ഞങ്ങൾ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ അവർ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് തന്നെ ഒരു വ്യക്തതയുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥി ഇപ്പോഴും ഒഫീഷ്യൽ പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ.
പക്ഷേ അതിൽ തന്നെ വേറെ ചില പേരുകൾ കൂടെ കേൾക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു എന്താ പറയേണ്ടത്, ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന CBIയുടെയും EDയുടെയും അന്വേഷണങ്ങളും പെട്ടെന്ന് നിലയ്ക്കുന്നു. ഇതൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. ദേശീയ അന്വേഷണ ഏജൻസികളുടെ കേരളത്തിലേക്കുള്ള വരവിനെ കുറിച്ച് ശ്രീ കെ മുരളീധരന് വേറൊരു അഭിപ്രായമാണുള്ളത്. താങ്കൾ പറഞ്ഞത് എപ്പോഴും ED പോലുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നത് രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി മാത്രമല്ല, കള്ളപ്പണക്കാരെ പിടിക്കാൻ കൂടി വേണ്ടിയാണ് എന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ നടക്കുന്ന അന്വേഷണങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിവാദങ്ങളെയൊക്കെ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് അന്വേഷിക്കട്ടെ, അന്വേഷണത്തിൻ്റെ റിസൾട്ട്. പക്ഷേ അന്വേഷിക്കുമ്പോൾ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യെസ് ഓർ നോ എന്ന് പറയാനുള്ള ജങ്കൂറ്റുണ്ടാവണം. വരിക, അന്വേഷിച്ചിട്ടൊന്ന് പോവുക, ഇടയ്ക്ക് പിന്നെയും വരിക. അതൊരു വിലവേശൽ തന്ത്രമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഞങ്ങൾ അന്തർധാര എന്ന് പറയുന്നത്. നേരെ മറിച്ച് അന്വേഷിച്ചു, ഞങ്ങൾക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പറയുന്നതിന് എന്താ ബുദ്ധിമുട്ട്? പക്ഷേ അന്വേഷണത്തിന് വിധേയരാകുന്നവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ED വിളിപ്പിച്ചു. എത്ര ദിവസം പോയി അദ്ദേഹം EDയുടെ മുമ്പിൽ? എത്ര മണിക്കൂർ ഇരുന്നു അദ്ദേഹം? സോണിയാജിനെ വിളിപ്പിച്ചു. അവർക്കറിയുമ്പോൾ ആരോഗ്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. എന്നിട്ട് പോലും 7 മണിക്കൂറോളം EDയുടെ മുമ്പിൽ അവരിരുന്നു, കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇതെന്തിനാ കോടതിയിലേക്ക് കൊടുക്കുന്നത്? എന്തിനാ? ഇത് സ്റ്റേ ചെയ്യണം, ഞങ്ങളെ വിളിപ്പിച്ച ശരിയല്ല. അപ്പോഴാണ് ജനത്തിന് സംശയം. ഞാൻ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പോയി. ഇവിടെ കേജ്രിവാളിനെയും സംശയത്തിൻ്റെ നിഴലാണ്. അദ്ദേഹം എന്താ പോകാതിരിക്കുന്നതിനെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞുകൂടെ? കാര്യങ്ങൾ വന്നിട്ട് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പം നേരിടാം, രാഷ്ട്രീയമായിട്ട് നേരിടാം, നിയമപരമായിട്ട് നേരിടാം. പക്ഷേ വിളിക്കുമ്പോൾ എന്നെ വിളിക്കാൻ പാടില്ല, എൻ്റെ അവകാശങ്ങളെ ധ്വംസിക്കുകയാണ്, അങ്ങനെയുണ്ട് അവകാശം. വിളിച്ചാൽ പോവുക, കാര്യങ്ങൾ പറയുക, അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കപ്പം നോക്കാം. CPIഎമ്മിൻ്റെ പാർട്ടി രേഖ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, അത് വിതരണം ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് മുഖ്യമന്ത്രി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്, ഈ മകൾക്കെതിരായിട്ടുള്ള അന്വേഷണം, അവരുടെ ഭാഗം കേൾക്കുന്നില്ല, അവരുടെ ഭാഗങ്ങൾ വിശദീകരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അന്വേഷണ ഏജൻസികൾ പറഞ്ഞ് നോട്ടീസ് അയച്ചു വരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അത് നിയമത്തിൻ്റെ വഴിക്ക് നീങ്ങട്ടെ, നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. പക്ഷേ കോടിയേരിയുടെ മക്കൾക്കെതിരായിട്ട് അന്വേഷണം വന്നപ്പോൾ കോടിയേരി ലീവ് എടുത്തു പോയി. അദ്ദേഹം പറഞ്ഞു, സംശയത്തിൻ്റെ നിഴലായതുകൊണ്ട് ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നത് ശരിയല്ല. അദ്ദേഹം ലീവ് എടുത്തു പോയി. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞപ്പോൾ അത് രണ്ടാമതാ പോയത്. അത് പോയപ്പോഴേക്കും അവശനായി. ആദ്യം എന്തായിരുന്നു? ആദ്യം അദ്ദേഹത്തിന് ആരോഗ്യത്തിന് കുഴപ്പമില്ല, ക്യാൻസർ വന്ന ഉടനെയാണ്. എങ്കിലും ആരോഗ്യം തിരിച്ചു കിട്ടി അദ്ദേഹം വന്നാണ് അമേരിക്കയിൽ നിന്ന്. ആ സമയത്താണ് മകനെതിരായിട്ടുള്ള നിരന്തര അന്വേഷണം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാറി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് പിന്നെ തിരിച്ചു വരാൻ പറ്റിയല്ലോ, അഭിമാനത്തോടെ തിരിച്ചു വന്നു. രോഗം ആർക്കും വരാം, ആ രോഗം അദ്ദേഹത്തിനെ കൊണ്ടുപോയി. പക്ഷേ ഇരിക്കുന്ന കാലത്ത് സ്റ്റേണായിട്ട് അദ്ദേഹം നിന്നു, മകനെ ന്യായീകരിക്കാൻ പോയില്ല, നിയമം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡല്ലേ രാഷ്ട്രീയത്തിൽ, അതിനെ നമ്മൾ മാനിക്കണ്ടേ? എന്ത് വേണമെന്നാണ് താങ്കൾ പറയുന്നത് ഈ കേസിൽ? അതിൽ കയറി ബഹളുണ്ടാക്കാതിരിക്കുക, നിയമത്തിൻ്റെ വഴിക്ക് നേരിടുക, അതാണ് ആദ്യം ചെയ്യണം. അത് മുഖ്യമന്ത്രി മാറി നിൽക്കണം എന്നാണോ? ഞാനത് പറയുന്നില്ല, ഞങ്ങൾ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം ED കയറിയതിലൊക്കെ രാജി വയ്ക്കാൻ നിന്നാൽ ഇവിടെ BJP ഇതര മുഖ്യമന്ത്രിമാരുണ്ടാവില്ല. നേരിടണം രാഷ്ട്രീയമായി, നിയമപരമായിട്ട് അത് നേരിടട്ടെ. എന്തിനാ എപ്പോഴും മടിയിൽ ഖനമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിക്കാൻ നോക്കുക? എന്തിനാ അതിൻ്റെ ആവശ്യം എന്താ? അപ്പോഴാണ് സംശയം, ഖനമുണ്ടോ സംശയം തോന്നുന്നത്. ഈ പൊതുവിൽ ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കൂടിയാലോചനകൾക്ക് കൂടുതൽ സമയമെടുത്തതെന്ന് താങ്കൾ പറഞ്ഞു. ഇപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ളൊരു സമരം കേരളം സംഘടിപ്പിക്കുമ്പോൾ പക്ഷേ ഈ ഇന്ത്യ മുന്നണിയെ കുറിച്ചിട്ടുള്ള ആലോചനകളോ കെട്ടുറപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്കയോ ഒന്നും കോൺഗ്രസിന് കാണുന്നില്ലല്ലോ. ഇല്ല, അത് കേരളത്തിൻ്റെ വിഷയം സെപ്പറേറ്റ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിൻ്റെ സമരം ന്യായമല്ലെങ്കിൽ എങ്ങനെയാണ് കർണാടകത്തിൻ്റെ സമരം ന്യായമാവുന്നത്? കർണാടകത്തിൽ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞ ദിവസം ഗോപികൃഷ്ണനോട് ഞാൻ പങ്കുവെച്ചതല്ല, അത് തന്നെയാണ് കാരണം. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചുകൊണ്ട്. ഒരു സർക്കാർ വന്ന് 6 മാസത്തിനുള്ളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടപ്പാക്കുകയും അതിൽ പോലും സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കുകയും ചെയ്യുമ്പോൾ കർണാടക സമരരംഗത്ത് വന്നു. അവരെല്ലാവരും വിളിച്ചു കൂട്ടിയിട്ടൊന്നുമല്ല വന്ന്, അവരുടെ കാര്യം പറഞ്ഞു അവർ. ഇന്നലെ മിനിഞ്ഞാന്നുണ്ടായത് എങ്ങനെയാണ്?
ഇന്ത്യ മുന്നണി നയിക്കുന്ന ഞാനാണെന്ന്. എവിടെ നയിക്കാൻ പറ്റുന്നു? കേരളം ഒഴികെ ബാക്കി ഒരു 10 സീറ്റ് ആർക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ? ഞങ്ങൾക്ക് ശക്തി കുറവൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോഴും പറഞ്ഞ പോലെ ആന വലിഞ്ഞാലും തൊഴുത്തിൽ കിട്ടുമൊന്നുമില്ല. ഈ കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അതിപ്പോൾ ഈ അടുത്ത സമയത്ത് പുനഃസംഘടിപ്പിച്ചു. VM സുധീറിനെ പോലുള്ളവരൊക്കെ അതിനകത്ത് വന്നു. കൂടുതൽ വനിതാ അംഗങ്ങൾ അതിൻ്റെ ഭാഗമായി. അപ്പോൾ ഈ പലപ്പോഴും മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പദവികളില്ലാത്ത കോൺഗ്രസ് പാരമ്പര്യമുള്ള നേതാക്കൾ അവരുടെ അഭിപ്രായങ്ങൾ വേണ്ട രീതിയിൽ നേതൃത്വം പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. മുരളീധരൻ അങ്ങനെ ആക്ഷേപമുണ്ടോ? അല്ല, എന്നോട് ചോദിച്ചിട്ടില്ല. ചോദിക്കാത്ത കാര്യങ്ങൾ അങ്ങോട്ട് കയറി ഞാൻ അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നോട് ആലോചിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ നിലപാട് എന്നോട് ചോദിച്ചിട്ടില്ല. അത് ചോദിച്ചു എന്നൊന്നും ഇപ്പോൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ആശയം പറയാൻ പോയിട്ടില്ല. നിങ്ങൾ നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ പാർട്ടി നിങ്ങളെ ശാസിക്കുകയോ അല്ലെങ്കിൽ പിന്നെ വിശദീകരണം ചോദിക്കുകയോ ചെയ്യുന്നുമുണ്ട്. MK രാഘവനും താങ്കൾക്കും ഒക്കെ എതിരെ അങ്ങനെ ഒരു നടപടി. അങ്ങനത്തെ നോട്ടീസൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. അങ്ങനത്തെ MP-ക്കും AICC മെമ്പർക്കും നോട്ടീസ് അയക്കാനുള്ള അവകാശം സംസ്ഥാന ഘടകങ്ങൾക്കൊന്നുമില്ല. അതൊക്കെ AICCക്ക് അധികാരമുള്ളൂ. പിന്നെ പ്രയാസം പറഞ്ഞുകൊണ്ടൊരു കത്ത് എനിക്ക് കിട്ടി. അതിനെക്കുറിച്ച് ഞാൻ പാർട്ടി ഘടകത്തിൽ തന്നെ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എനിക്കാരും അച്ചടക്ക നോട്ടീസൊന്നും അയച്ചിട്ടില്ല. അനൗചിത്യമാണെന്ന് കരുതരുത്. മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുള്ളത് ഇപ്പോൾ വെറും ഒരു MLA മാത്രമാണ്, അത്ര ഒരു അനുഭവ സമ്പത്ത് VD സതീശൻ ഇല്ല എന്ന്. സുധാകരനാട്ടെ കണ്ണൂരിലെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ് എന്നൊക്കെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒരു കാലത്ത് താങ്കൾ നടത്തിയിട്ടുണ്ട്. അതിലും താങ്കൾ ഇല്ല, ഞാൻ അങ്ങനെയല്ല. അത് ഞാൻ പറഞ്ഞതിനെ വളച്ചോടിക്കാം. നിങ്ങളോടല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, അങ്ങനെയാണ് വാർത്ത വന്നത്. അതെ, അത് ആ ചാനലുകാർ പലരെയും കുറിച്ചിട്ട് അങ്ങനത്തെ ഹോട്ട് ന്യൂസിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതിൻ്റെ ചില സമയത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് കുറ്റമായിട്ട് പറയാൻ പറ്റില്ല, ഒരു വിമർശനമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പം ഒരു സുധാകരൻ്റെ എല്ലാവരും പറഞ്ഞ കണ്ണൂർ ശൈലിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ ചില മാറ്റം ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാറില്ലെങ്കിലും അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് ഞാൻ പറയുന്നതൊന്നും ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് കേട്ടാൽ സംശയം ഉണ്ടാവില്ല. ഈ ഹെഡ്ലൈൻ പറയുമ്പോഴാണല്ലോ ധാരാളം. അതെ, മനസ്സിലായി. അല്ല, ഈ പാർട്ടിയിൽ ഐക്യമുണ്ട് എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ പാർട്ടിയിൽ അനൈക്യമുണ്ട് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഒന്നായിരുന്നു ഈ അന്നത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും മൈക്കിന് വേണ്ടി നടത്തിയ പിടികൂടി. അത് പുറത്ത് പൊതുജനം കണ്ട കാര്യമാണ്. അപ്പോൾ എത്ര കാലം ഈ അനൈക്യം മറച്ചു വയ്ക്കാൻ കഴിയും? ശ്രീ മുരളീധരൻ, താങ്കൾ എത്ര ശ്രമിച്ചാൽ? ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന ചില അഭിപ്രായങ്ങളുണ്ടാവും. അത് നടന്നതൊക്കെ എല്ലാവരും കണ്ടതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അതിനുശേഷം ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞു, ഞാൻ കുറേ കൂടെ വീലൻ്റ് ആവണം എന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് അദ്ദേഹം തന്നെ ക്ലിയറായിട്ട് പറഞ്ഞല്ലോ. പാർട്ടി യോഗത്തിലും പറഞ്ഞു, പുറത്തും പറഞ്ഞു. സ്ഥിരം പരാതിക്കാരനാകാനില്ല എന്ന് സ്ഥിരമായി താങ്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ക്ഷമയോടുകൂടി ഇനി നടക്കുന്നത് പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാനാണോ കരുണാകരൻ്റെ മകൻ്റെ ഉദ്ദേശം? അല്ല, കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ വീണ്ടും MP ആവും. ഇനി ഒരു ടേമിൽ കൂടുതലൊന്നും മത്സരിക്കാൻ ഞാൻ ആലോചിക്കുന്നില്ല. ഏതാണ്ട് 32-ാം വയസ്സിൽ MP ആയി. ഇനി ചിലപ്പോൾ ഇതിൻ്റെ ജനങ്ങൾ വീണ്ടും വടകരയിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ 5 വർഷം ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയും. അപ്പോൾ MP-യിൽ നിന്ന് ആരംഭിച്ച് MP-യിൽ തന്നെ അവസാനിക്കും. പിന്നെ വേറെ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ശ്രീ മുരളീധരൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അത് KPCC അധ്യക്ഷനായിരിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലുമില്ല. കാരണം അത് ഒരിക്കൽ 2 വർഷം 2.5 വർഷം ഇരുന്ന് സൽപ്പേരോട് കൂടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഇനി രണ്ടാമത് അതിലേക്ക് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് യുവാക്കൾ കൂടുതലായി കടന്നു വരണമെന്ന അഭിപ്രായം താങ്കളെപ്പോലെ ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ ഉണ്ടോ? വരണം, പക്ഷെ അതനുസരിച്ച് ഉള്ള കഴിവുള്ളവർ കൂടെ ആയിരിക്കണം. യുവാക്കൾക്ക് അവസരം കൊടുക്കുക, ആ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അവരും വിനിയോഗിക്കണം. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രവർത്തനത്തിൽ ഒരു തിരുത്തൽ വേണമെങ്കിൽ എന്ത് വേണമെന്നാണ് താങ്കൾ നിർദ്ദേശിക്കുക? അല്ല, അത് ഏതായാലും ഇലക്ഷന് ശേഷം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായിട്ട് ചർച്ച ചെയ്ത് അഭിപ്രായങ്ങൾ പറയേണ്ട സമയത്ത് പറയും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പൊതുവിൽ കോൺഗ്രസിന് അനുകൂലമാണ് എന്ന് വാദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ? കേരളത്തിൽ പിണറായി സർക്കാരിനോടുള്ള എതിർപ്പ് ശക്തമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു മാറ്റം കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്.
അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ലോക്സഭാ ഇലക്ഷനിൽ ഉണ്ടാവും. പക്ഷേ പാർലമെന്റിൽ അത്തരം കാര്യങ്ങളാണോ പരീക്ഷിക്കപ്പെടുക? സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണോ വിലയിരുത്തപ്പെടുക? അതും വിലയിരുത്തപ്പെടും. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വികാരങ്ങളും വിലയിരുത്തപ്പെടും. അപ്പോൾ കെ മുരളീധരൻ വടകരയിൽ മത്സരിക്കുമെന്ന ഉറപ്പിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം അവസാനിപ്പിക്കാം. ഏതായാലും പാർട്ടി തീരുമാനിക്കേണ്ട. മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. താങ്ക് യു വെരി മച്ച്.